നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭാഷയുടെ ആ ഒരു ലോകത്തേക്ക്, അതിൻ്റെ പിന്നിലെ കാര്യങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. അതായത് MA സൈക്കോളജി വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ലാംഗ്വേജ് പ്രൊഡക്ഷൻ. പിന്നെ മറ്റൊരാൾ പറയുന്നത് എങ്ങനെ മനസ്സിലാക്കുന്നു, സ്പീച്ച് പെർസെപ്ഷനും കോംപ്രിഹെൻഷനും. ഇഗ്നോയിലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്ലേ, ബ്ലോക്ക് 3 യൂണിറ്റ് 2, അതിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതും മറ്റുള്ളവരുമായി സംസാരിക്കുന്നതുമൊക്കെ ഈ കഴിവുകൾ വെച്ചാണല്ലോ. അപ്പോ ഒരാശയം എങ്ങനെ വാക്കായി മാറുന്നു, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നൊരു ശബ്ദത്തിന് എങ്ങനെ അർത്ഥം വരുന്നു, ഇതൊക്കെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ശരി. അപ്പോ ആദ്യം നമുക്ക് ഭാഷ ഉണ്ടാക്കുന്നത്, ലാംഗ്വേജ് പ്രൊഡക്ഷൻ, അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വെറുതെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കാറില്ല ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ടല്ലേ. ഒരു ചിന്ത എങ്ങനെയാണ് വാക്കുകളായി പുറത്തേക്ക് വരുന്നത്, എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? അതെ, ശരിക്കും അതൊരു 5 ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയ പോലെയാണ് നമ്മുടെ തലച്ചോറിനകത്ത് നടക്കുന്നത്. ഒന്ന്, ഡിസ്കോഴ്സ് പ്ലാനിംഗ്, അതായത് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നു. ഇവിടെ ഈ ഗ്രൈസിന്റെ തത്വങ്ങളൊക്കെ, ഗ്രീസിയൻ മാക്സിംസ്, ഓർക്കുന്നത് നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ, ആവശ്യത്തിന് പറയുക, സത്യം പറയുക, വിഷയത്തിൽ ഉറച്ചു നിൽക്കുക എന്നൊക്കെ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൺഫ്യൂഷനാകും. ശരി ശരി. 2, അതെങ്ങനെ പറയണമെന്ന് തീരുമാനിക്കുന്നു. വാക്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, സെന്റൻസ് പ്ലാനിംഗ്, ഏത് ശൈലിയിൽ പറയണം, എന്തു വാക്കുകൾ വേണം, വാക്യത്തിന്റെ ഒരു ഘടന, അതൊക്കെ ഇവിടെയാണ്. 3, കോൺസ്റ്റിറ്റ്യുവന്റ് പ്ലാനിംഗ്. ആ വാക്യങ്ങളിലെ വാക്കുകൾ, പിന്നെ മോർഫീമുകൾ, ഫോണിമുകൾ, അതായത് ശബ്ദങ്ങൾ, അതൊക്കെ ശരിയായ ഓർഡറിൽ വെക്കുന്നു. 4, ആർട്ടിക്കുലേറ്ററി പ്രോഗ്രാം. സംസാരിക്കാൻ ആവശ്യമായ നമ്മുടെ മസിലുകളില്ലേ, അവയുടെ ചലനം പ്ലാൻ ചെയ്യുന്നു. 5, അവസാനം ആർട്ടിക്കുലേഷൻ. ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ശബ്ദമായി പുറത്തുവിടുന്നു, സംസാരിക്കുന്നു. 5 ഘട്ടങ്ങൾ. ഒരു വാചകം പറയാൻ ഇത്രയും പണി നടക്കുന്നുണ്ടല്ലേ തലച്ചോറില്, ഒരു അസംബ്ലി ലൈൻ പോലെ. അപ്പോ ഈ നമ്മൾ പറയുന്ന നാക്കുപിഴകൾ, സ്ലിപ്സ് ഓഫ് ദി ടങ്, അല്ലെങ്കിൽ ബ്ലൂപേഴ്സ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ അസംബ്ലി ലൈനിൽ എവിടെയെങ്കിലും ഒരു തടസ്സം വരുമ്പോഴാണോ സംഭവിക്കുന്നത്? ഈ ഹോംലി ഫ്രണ്ട് മേക്കർ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോവില്ലേ, അതുപോലെ തന്നെ. ഈ നാക്കുപിഴകൾ ശരിക്കും ഈ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും നമുക്ക് ചില സൂചനകൾ തരുന്നുണ്ട്. ഇപ്പോ ഈ ഹോംലി ഫ്രണ്ട് മേക്കർ എന്ന ഉദാഹരണത്തിൽ, ഫ്രണ്ട് എന്ന വാക്കിന്റെ ഭാഗമായ മേക്കർ തെറ്റായിട്ട് ഹോംലി എന്നതിനോട് ചേർന്നുപോയി. ഇത് കാണിക്കുന്നത് ആ 3ാമത്തെ സ്റ്റെപ്പില്ലേ, കോൺസ്റ്റിറ്റ്യുവന്റ് പ്ലാനിംഗ്, അവിടെ ഈ മോർഫീം പോലെയുള്ള യൂണിറ്റുകൾ ഒരുമിച്ചാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ്. സാധാരണയായി ഭാഷയിലെ നിയമങ്ങൾ തെറ്റിക്കുന്ന സൗണ്ട് കോമ്പിനേഷനുകൾ ഈ നാക്കുപിഴകളിൽ കുറവായിരിക്കും. കൊള്ളാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഫാക്ടറി പോലെയാണെന്ന് ഏകദേശം മനസ്സിലായി. ഇനി അടുത്ത ഭാഗം, മറ്റൊരാൾ സംസാരിക്കുന്നത് നമ്മൾ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നത്? അതാണ് എനിക്കിതിലും വലിയ അത്ഭുതം തോന്നുന്നത്. സ്പീച്ച് പെർസെപ്ഷൻ ആൻഡ് കോംപ്രിഹെൻഷൻ. അത്ഭുതം തന്നെയാണ്. കാരണം 1 സെക്കൻഡിൽ ഏകദേശം 50 ഫോണീമുകൾ, അതായത് ഭാഷയിലെ ഏറ്റവും ചെറിയ ശബ്ദഘടകങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 50? അതെ. അതേസമയം സംഗീതം പോലെയുള്ള മറ്റു ശബ്ദങ്ങൾ ഇത്ര വേഗത്തിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ഇതിന് പ്രധാന കാരണം, സംഭാഷണം മനസ്സിലാക്കുന്നതിൽ വെറുതെ കേൾക്കുന്ന ശബ്ദം മാത്രമല്ല, സന്ദർഭം, കോണ്ടെക്സ്റ്റ്, അതിന് വലിയൊരു പങ്കുണ്ട്. കോണ്ടെക്സ്റ്റ് അതെങ്ങനെയാണ് ഈ മനസ്സിലാക്കലിനെ സഹായിക്കുന്നത്? ഒന്ന് വിശദമാക്കാവോ? പല രീതിയിലുണ്ട്. ഒന്ന്, അടുത്ത വാക്ക് എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ ഈ സന്ദർഭം സഹായിക്കും. ഉദാഹരണത്തിന്, രാവിലെ പേടിപ്പെടുത്തുന്ന ഒരു ഡാഷ് കണ്ടാണ് അവൾ ഉണർന്നത് എന്ന് കേൾക്കുമ്പോൾ അത് മിക്കവാറും സ്വപ്നമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ശരിയാണ്. 2, നേരിട്ട് പറയാത്ത കാര്യങ്ങൾ, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്ട്സ്, അത് മനസ്സിലാക്കാൻ സന്ദർഭം സഹായിക്കും. ഇപ്പോ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് മോനെ കൈ കഴുകിയോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം വാ ഭക്ഷണം കഴിക്കാം എന്നായിരിക്കാം കുട്ടി മനസ്സിലാക്കുന്നത്. ആ ചോദ്യം ചോദിച്ച സന്ദർഭം വെച്ചാണ് ആ അർത്ഥം കിട്ടുന്നത്. ഓക്കെ. അപ്പം കേൾക്കുന്ന ശബ്ദം മാത്രമല്ല, സന്ദർഭം നോക്കി നമ്മൾ പലതും കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു പ്രോസസ്സ്, ഈ മനസ്സിലാക്കൽ, ഇതിനെ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട തിയറികൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട്
ഒരു 2 തരം സമീപനങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന് ഓഡിറ്ററി പെർസെപ്ഷൻ തിയറികൾ, അതായത് കേൾക്കുന്ന ശബ്ദത്തെ തന്നെ ഫോക്കസ് ചെയ്യുന്നവ. ഇവ പറയുന്നത് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളെ നമ്മുടെ മെമ്മറിയിലുള്ള പഴയ ടെംപ്ലേറ്റുകളുമായി ഒത്തുനോക്കുകയോ ടെംപ്ലേറ്റ് മാച്ചിങ് അല്ലെങ്കിൽ ശബ്ദത്തിലെ ചെറിയ ഘടകങ്ങളെ ഫീച്ചേഴ്സ് തിരിച്ചറിയുകയോ ഫീച്ചർ ഡിറ്റക്ഷൻ ചെയ്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് എന്നാണ്. ഓക്കെ. ഇതിൽ വരുന്നതാണ് ഫോണറ്റിക് റിഫൈൻമെന്റ് തിയറി, പിന്നെ ട്രേസ് മോഡൽ. ഓക്കെ, ഈ ട്രേസ് മോഡലൊക്കെ പറയുന്നത് ഇത് പല തലങ്ങളിൽ ഒരുമിച്ചാണ് നടക്കുന്നതെന്നാണ്. ശബ്ദഘടകങ്ങൾ, ഫോണിമകൾ, വാക്കുകൾ ഇതെല്ലാം ഒരേ സമയം അനലൈസ് ചെയ്യപ്പെടുന്നു, അവ പരസ്പരം സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ്. മുകളിലേക്കും താഴേക്കും സ്വാധീനിക്കുന്നു. അതെ. ഇനി രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാട്, അത് ഊന്നൽ നൽകുന്നത് കോഗ്നിറ്റീവ്, അതായത് നമ്മുടെ അറിവ്, പിന്നെ കോണ്ടെക്സ്റ്റ്, സന്ദർഭം, ഇവയ്ക്കാണ്. നമ്മൾ കേൾക്കുന്ന ശബ്ദവും നമുക്ക് ലോകത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചുമുള്ള അറിവും ആ സന്ദർഭവുമെല്ലാം ചേർത്താണ് നമ്മളൊരു അർത്ഥമുണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഫോണിമിക് റെസ്റ്റോറേഷൻ ഇഫക്റ്റ്. അതെന്താണ്? അതായത് ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ ഒരു ചുമ കാരണം ഒരു വാക്കിന്റെ ഒരു ഭാഗം നമുക്ക് കേൾക്കാൻ പറ്റിയില്ല എന്ന് കരുതുക. എന്നാലും ആ സംഭാഷണത്തിന്റെ സന്ദർഭം വെച്ച് നമ്മുടെ തലച്ചോറ് ആ വിട്ടുപോയ ശബ്ദം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കും. അത് തനിയെ ഫില്ല് ചെയ്യും. കൊള്ളാം. അപ്പോ നമ്മൾ കേട്ടു എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ ശബ്ദം തന്നെ ആയിരിക്കണമെന്നില്ല. സന്ദർഭം വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാവാം. ഓഹോ, അപ്പോ ചെവി കേൾക്കുന്നതിനൊപ്പം തലച്ചോറ് വിട്ട ഭാഗം പൂരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഷയുടെ ഉൽപ്പാദനവും ഗ്രഹണവും രണ്ടും വളരെ സങ്കീർണമായ ഒരു പ്ലാനിങ്ങും സന്ദർഭം നോക്കിയുള്ള വ്യാഖ്യാനവും നമ്മുടെ അറിവും ഒക്കെ ചേർന്നുള്ള ഒരു വലിയ പ്രക്രിയയാണ്. MA സൈക്കോളജി വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമെന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ സംഭാഷണം മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പാസീവായ വെറുതെ കേട്ടിരിക്കുന്ന ഒരു ഏർപ്പാടല്ല. മറിച്ച് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ അറിവും ആ സന്ദർഭവും ഒക്കെ ഉപയോഗിച്ച് അർത്ഥം നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ നിങ്ങൾ ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, ഭാഷാപരമായ വൈകല്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ സാധാരണ പ്രോസസ്സിൽ എവിടെയാണ് തകരാറ് പറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ബേസിക് അറിവ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. കാര്യം കൂടി, നമ്മൾ സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഈ നടക്കുന്ന പ്രക്രിയകളിൽ എത്രത്തോളം നമുക്ക് ബോധപൂർവമായ ഒരു നിയന്ത്രണമുണ്ട്? നമ്മുടെ ചിന്തകളെ ഈ ഭാഷയുടെ ഘടനകൾ സ്വാധീനിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ചിന്തകളാണോ ഭാഷയെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത്? ഈ വിഷയത്തിലേക്ക് ഇത്രയും ആഴത്തിൽ നമ്മളോടൊപ്പം സഞ്ചരിച്ചതിന് നന്ദി.